എല്ലാവർക്കും ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. ജീവിതത്തിലെ പ്രതിഭാശാലികളായ ആൾക്കാരെ കണ്ടെത്തുകയും പുസ്തകങ്ങളിലെ മാനവരാശിക്ക് ഗുണകരമായ പ്രചോദനാത്മകമായിട്ടുള്ള അർത്ഥതലങ്ങളുള്ള വാക്യങ്ങൾ കണ്ടെത്തുകയും അവ സമൂഹത്തിന് ഗുണകരമാക്കി തീർക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രോഗശാന്തിയെ പറ്റിയാണ്. അത് ചർച്ച ചെയ്യുവാൻ ഇടയാക്കിയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ അത്യാവശ്യമായിട്ട് ഒരാളെ കാണുവാൻ ആശുപത്രിയിൽ പോവുകയുണ്ടായി. പഴയതുപോലെയല്ല. ഇന്ന് ആശുപത്രിയിലെ ഓരോ ഡോക്ടർമാരുടെ അരികിൽ ചെല്ലുമ്പോഴും രോഗികളുടെ എണ്ണം ക്രമാനുഗതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയെല്ലാം അതിനെപ്പറ്റി വളരെ ഗാഢമായിട്ട് ചിന്തിച്ചു. എന്താണ് ഇതിന് കാരണം? എങ്ങനെ ഇത് പരിഹരിക്കാം? എന്തെങ്കിലും ഒറ്റമൂലിയുണ്ടോ? ഈ വക കാര്യങ്ങളെല്ലാം ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ന് രാവിലെ ഭഗവത്ഗീത കയ്യിലെടുത്തപ്പോൾ ഭഗവത്ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗ യോഗം എന്ന് പറഞ്ഞ് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശം, അത് സശ്രദ്ധം വായിച്ചപ്പോൾ മാനവരാശിയുടെ എല്ലാ രോഗങ്ങൾക്കും ഹേതു എന്താണെന്നും അത് പരിഹരിക്കേണ്ടത് എങ്ങനെയാണെന്നും വളരെ കൃത്യമായിട്ട് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്. ഭഗവാന്റെ അഭിപ്രായത്തിൽ മനുഷ്യരെ ഭഗവാൻ സത്വഗുണമുള്ളവർ, രജോ ഗുണമുള്ളവർ, തമോ ഗുണമുള്ളവർ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നു. അവരുടെ സ്വഭാവവും അവരുടെ പ്രവർത്തികളും ഒക്കെ അനുസരിച്ചാണ് ഭഗവാൻ ഈ മൂന്നവസ്ഥകൾ കൽപ്പിച്ചിട്ടുള്ളത്. ഓരോ തരത്തിൽ സ്വഭാവമുള്ളവരെയും അവരുടെ കർമ്മവാസനകൾ അനുസരിച്ച് നമുക്ക് തിരിച്ചറിയുവാനായിട്ടും കഴിയും. സത്വഗുണമുള്ളവർ പൊതുവെ ശാന്തരായിരിക്കും, ആത്മനിയന്ത്രണമുള്ളവരായിരിക്കും, വളരെ പാകതയുള്ളവരായിരിക്കും, സുഖദുഃഖങ്ങളെ ഒരുപോലെ അവര് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. സുഖദുഃഖേഷു ശീതോഷ്ണേഷു സ്ഥിതപ്രജ്ഞ എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ രജോ ഗുണമുള്ളവരാകട്ടെ വീറും വാശിയും ഉള്ളവരും, അഹങ്കാരികളും, കോപിഷ്ഠരും, എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ മറ്റുള്ളവരുടെ മേൽ കയർക്കുന്നവരുമൊക്കെ ആയിരിക്കും രജോ ഗുണമുള്ളവര്. തമോ ഗുണമുള്ളവരാകട്ടെ ഇതൊന്നും അല്ല. അവർക്ക് വെറുപ്പ്, വിദ്വേഷം, എല്ലാത്തിനോടും അവർക്കൊരു മാനസികമായ അകൽച്ച, ഇതൊക്കെ അവർ വെച്ചു പുലർത്തും. എന്ന് മാത്രമല്ല, അവരുടെ സ്വഭാവ രീതിയിലും ഭക്ഷണക്രമത്തിലും എല്ലാം ഇത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. ഭഗവാന്റെ അഭിപ്രായത്തിൽ സത്വഗുണമുള്ള ആളുകൾ പൊതുവെ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരമേ അല്ല, പ്രകൃതിജന്യമായ വസ്തുക്കളാണ്. പഴം, പാല്, പച്ചക്കറികൾ, അതുപോലെ തന്നെ ഭഗവാൻ നമുക്ക് കനിഞ്ഞ് അരുളിയിട്ടുള്ള എല്ലാ വസ്തുക്കളും കഴിക്കാൻ യോഗ്യമാണ്. എല്ലാം വിടർന്നു പരിമളം തൂവട്ടെ, എല്ലാം ചിതറട്ടെ വർണ്ണശോഭ, തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ സമ്മേളിപ്പിൻ സമയമായി എന്ന് കുമാരനാശാൻ ദുരവസ്ഥയിൽ പാടുന്നുണ്ട്. ഇപ്രകാരം പ്രകൃതിയിലെ സകല ചരാചരങ്ങൾക്കും അനുയോജ്യമായ വസ്തുക്കളാണ് സത്വഗുണ സമ്പന്നരായ മനുഷ്യർ കഴിക്കുന്നത് എന്ന് ഭഗവാൻ പ്രത്യേകം പറയുന്നുണ്ട്. രജോ ഗുണമുള്ള ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണമാണ് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കഴിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ താല്പര്യം പിസ്സ, പൊറോട്ട, ഇങ്ങനെയുള്ള മത്സ്യമാംസാദികള്, ഇതൊക്കെയാണ് പുതിയ കുട്ടികൾക്ക് വളരെ താല്പര്യം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ എരിവ്, പുളി, അതുപോലെ തന്നെ മസാലയുടെ അംശങ്ങൾ ഇതൊക്കെ വളരെ കൂടുതലാണ്. ഇപ്രകാരമുള്ള എരിവ്, പുളി, മസാല ഗുണങ്ങള്, ഇപ്രകാരമുള്ള വസ്തുക്കളാണ് രജോ ഗുണമുള്ള ആൾക്കാർക്ക് താല്പര്യം. അതേസമയത്ത് തമോ ഗുണമുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവർ പറയും, എനിക്ക് സ്വല്പം പഴയ കഞ്ഞി മതി, അല്ലെങ്കിൽ പഴയ ഇന്നലത്തെയോ മിനിഞ്ഞാന്നത്തെയോ അവിയൽ മതി, തോരൻ മതി, അത് ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കിയതാണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ദുർഗന്ധപൂരിതമായതും
വസ്തുക്കളാണ് തമോ ഗുണമുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സത്വഗുണ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള അസുഖങ്ങളും ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രത്യേക വിഭാഗം ജനങ്ങൾ സസ്യാഹാരികളായിട്ടുണ്ട്. അവരിൽ 3% മാത്രമേ രോഗവുമായിട്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലാറുള്ളൂ എന്നുള്ളതാണ് ഒരു യഥാർത്ഥ സത്യം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ രീതികൾ പ്രകൃതിജന്യമായി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എരിവ്, പുളി മുതലായവ കലർന്ന മസാലക്കൂട്ടങ്ങൾ കലർന്ന ഇന്നത്തെ ആധുനിക തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ആഹാരം കൂടുതൽ കഴിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ കൂടുതലായിരിക്കും, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും, പ്രഷർ കൂടുതലായിരിക്കും, ഹാർട്ട് ബ്ലോക്ക് കൂടുതലായിരിക്കും ഒക്കെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകം വായിക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് മുന്തിരിങ്ങയുടെ സീഡ്, മുന്തിരിങ്ങയുടെ വിത്തുമാണ് അമേരിക്കയിലെ ചില കാർഡിയോളജിസ്റ്റുകൾ തങ്ങളുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അതിന് ഹാർട്ട് ബ്ലോക്കിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ആയുർവേദത്തിലാണെങ്കിൽ നമ്മൾ ആനച്ചവടി എന്ന് പറയുന്ന ഒരു വസ്തു സാധാരണയായി പാലിൽ കലക്കി കുടിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പഴയ കാലത്തൊക്കെ മാംസം വേവിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കെട്ടിയിടാറുണ്ട്. അതിൻ്റെയൊക്കെ ശാസ്ത്രീയത നമ്മൾ പരിശോധിക്കുമ്പോൾ പൂരിതമായിട്ടുള്ള കൊഴുപ്പിനെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ ഈ ആനച്ചവടി എന്ന് പറയുന്ന സസ്യത്തിന് കഴിയുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് എരിവും പുളിയും അങ്ങനെയുള്ള വസ്തുക്കളാണ് നമുക്ക് കൂടുതലായിട്ട് വിപണിയിൽ ലഭിക്കുന്നത്. അതുപോലെ തന്നെ പലരും ദുർഗന്ധപൂരിതമായ ദിവസങ്ങളോളം പഴകിയ ഭക്ഷണ വസ്തുക്കൾ ഇന്ന് ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുക്കുന്നതും ആരോഗ്യവകുപ്പ് റെയ്ഡ് നടത്തി രോഗത്തിന് കാരണമായ വസ്തുക്കൾ കണ്ടെത്തുന്നതും ഒക്കെ നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറയുകയാണ്, യുക്താഹാര വിഹാരസ്യ യുക്തകർമ്മണ ചേതസ. എപ്പോഴും നീ യുക്തമായ ആഹാരം കഴിക്കണം, ആത്മനിയന്ത്രണം പാലിക്കണം, മനോഹരമായിട്ട് നീ എക്സസൈസുകൾ ചെയ്യണം. ഇങ്ങനെ ശരീരത്തെ എപ്പോഴും തുലനപ്പെടുത്തി വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. അങ്ങനെ വരുമ്പോൾ നമുക്ക് ശാന്തമായ ഒരു മനസ്സുണ്ടാകും. അതായത് our mind is just like a lotus leaf which cannot wet when immersed in water. സ്വാമി വിവേകാനന്ദൻ പറയുകയാണ്, എൻ്റെ കുട്ടികളെ, നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ മനസ്സ് ചെളിവെള്ളത്തിൽ കിടക്കുന്ന താമരയില പോലെ ആയിരിക്കണം. ചെളിയിലാണ് കിടക്കുന്നതെങ്കിലും താമരയുടെ ഇല ഒരിക്കലും ചെളിവെള്ളത്തിൽ നനയാറില്ല. അപ്രകാരം ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങളിലും ജീവിതത്തിന്റെ വിഷമസന്ധികളിലും ജീവിതത്തിലെ നമ്മളെ കൂടുതലായിട്ട് നമ്മളെ ആഗ്രഹിപ്പിക്കുന്ന ലഡു, ജിലേബി അതുപോലെയുള്ള മധുരം അധികമായ ബേക്കറി വസ്തുക്കളിലാണെങ്കിലും ശ്രദ്ധ കൂടുതലായിട്ട് കടന്നു പോകാതെ എപ്പോഴും നമ്മളെ മനസ്സിനും ശരീരത്തിനും അനുയോജ്യമായ ഭക്ഷണം വേണം കഴിക്കുവാൻ. അല്ലെങ്കിൽ രക്തദൂഷ്യങ്ങളും ത്വക്ക് രോഗങ്ങളും ഒക്കെ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് ഭഗവാന്റെ ദർശനങ്ങൾ, ഈ ഭഗവത്ഗീതയിലെ 17-ാം അധ്യായം ശ്രദ്ധാത്രയ യോഗം നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കുകയാണെങ്കിൽ രോഗശാന്തിക്കുള്ള ഏറ്റവും നല്ല ഒറ്റമൂലിയാണ് ഭഗവത്ഗീത എന്ന് വിലയിരുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല.